ഹരേ കൃഷ്ണ. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. കർക്കിടക മാസമാണല്ലോ, അപ്പോൾ ശ്രീരാമസ്വാമിയുടെ ഒരു കഥ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ ഒരു ഭക്തയായിരുന്നു ശബരി. ശബരിയുടെ കഥയാണ് പറയുന്നത്. ശബരിയുടെ കഥ പറയുമ്പോഴത്തേക്ക് ശബരിയുടെ മുജ്ജന്മ കഥയും കൂടി പറയണം. മുജ്ജന്മത്തിൽ ശബരി ഒരു രാജകുമാരിയായിരുന്നു. അപ്പോൾ രാജകുമാരിയായ ശബരിക്ക് ആ കാലത്ത് തന്നെ, ആ രാജകുമാരിയായി ജീവിക്കുന്ന ആ കാലത്ത് തന്നെ ആത്മീയതയിലേക്കായിരുന്നു കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്നത്. ആത്മീയ കാര്യങ്ങളിലായിരുന്നു താല്പര്യം. ഭഗവാനിലേക്ക് എത്തണം, നാമങ്ങളൊക്കെ ചൊല്ലി ഭഗവാനിലേക്ക് എത്തണം, അതായിരുന്നു ആ രാജകുമാരിയായിരുന്ന ശബരിയുടെ ആഗ്രഹം. പക്ഷേ ആ രാജകുമാരിയായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്ത് പോവാനോ ഒന്നും കഴിയില്ല. ശബരിക്കാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പുണ്യദേശത്തൊക്കെ പോകണം, പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യണം, സന്യാസിമാരെ കാണണം, അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഭഗവാനിലേക്ക് എത്തണം, ആ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു രാജകുമാരിയായ ശബരിക്ക് ഇതൊന്നും കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ശബരിക്ക് ആ ഒരു രാജകുമാരിയായിട്ടുള്ള ആ ഒരു ജീവിതം മതിയായി എന്ന പോലെയായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയെന്നായി. പിന്നീട് ശബരിയുടെ പ്രാർത്ഥനകൾ, എൻ്റെ ഈ ജീവിതം ഒന്ന് സമാപിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഗംഗാ നദിയിലേക്ക് സ്നാനം ചെയ്യാൻ പോയ രാജകുമാരിയായിരുന്ന ശബരി പിന്നീട് തിരിച്ചു വരുന്നില്ല. ആ ഒഴുക്കിൽപ്പെട്ട്, ഗംഗാനദിയിലെ ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ പോവുകയാണ്. പിന്നീട് ശബരി തിരിച്ചു വരുന്നില്ല. അതിനുശേഷമാണ് ഈ ശബരിയായിട്ട് ജന്മമെടുക്കുന്നത്. അത് തന്നെ ശബരർ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗത്തിലാണ് ശബരി ജനിക്കുന്നത്. അത് കാട്ടാളന്മാരാണ്. അവർ ഇങ്ങനെ മലവേടന്മാർ, അവർ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കഴിക്കുന്ന ഒരു ഗോത്ര സമൂഹത്തിലാണ് ശബരി പിന്നീട് ജനിക്കുന്നത്. ശബരർ എന്നാണ് അതറിയപ്പെടുന്നത്. ശബരർ കൂട്ടമായി ജീവിച്ചത് കൊണ്ടാണ് ശബരിമല, ശബരിമല എന്നുള്ള പേര് തന്നെ വന്നത്. അങ്ങനെയാണ് പറയുന്നത്. പിന്നീട് ശബരി അവിടെ ജീവിക്കുകയാണ്. അവിടെ ഈ ശബരറിൽ തന്നെ ശബരരുടെ ഗോത്ര തലവൻ്റെ മകളായിട്ടാണ് ശബരി ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയായിരിക്കുന്ന ശബരിക്ക് അങ്ങനെ അവരുടെ ഇടയിൽ ജീവിച്ചു വരികയാണ്. പെട്ടെന്ന് ഒരു യൗവനയുക്തിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു കൗമാരം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ശബരിയുടെ അച്ഛൻ ശബരിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന ആ സമയത്ത് ശബരി കല്യാണം കഴിക്കാൻ പോകുന്ന ആളും ഒരു മലവേടൻ തന്നെയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളും. അപ്പോൾ അന്ന് രാത്രി, ഇങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി പുറത്തിറങ്ങി ശബരി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ധാരാളം ഈ മാടുകളെയൊക്കെ ഇങ്ങനെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, അവിടെ മുഴുവൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, അച്ഛാ ഇതെന്താണ് ഇത്രയേറെ കന്നുകാലികളൊക്കെ ഇങ്ങനെ ഇവിടെ കൂട്ടി ഇട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, മോളെ നിൻ്റെ കല്യാണമല്ലേ, വലിയ ആർഭാടമായാണ് ഞാൻ ആ വിവാഹം നടത്തുന്നത്. അപ്പോൾ അതിന് ഭക്ഷണമായിട്ട് ഈ മാടുകളെയൊക്കെ കൊന്ന് ഇതിൻ്റെ മാംസമാണ് അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നത്. വിവാഹത്തിന് ഒരുപാട് നല്ല രീതിയിൽ നടത്തണം, കാരണം ഗോത്രത്തലവൻ്റെ മകളുടെ വിവാഹമാണ്. അപ്പോൾ അത് ഗംഭീരമായി തന്നെ നടത്തണം. അതിനായിട്ട് ഇതിനെയൊക്കെ കൊണ്ടുവന്ന് അതിനെയൊക്കെയാണ് നാളെ കൊന്നു എല്ലാവർക്കും മാംസം കൊടുക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ശബരി അപ്പോഴാണ് അത് ആലോചിക്കുന്നത്. തൻ്റെ ഒരു വിവാഹത്തിനായിട്ട് ഇത്രയേറെ ജന്തുക്കളെ കൊന്നാണ് അത് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ശബരി, ഇത്രയേറെ ജന്തുക്കളെ താൻ കാരണം മരിക്കാൻ ഇടവരരുതെന്നുള്ള ആ ഒരു കരുതലോടുകൂടി ശബരി അന്ന് അവിടുന്ന് വീട് വിട്ട് അവരുടെ ആ ഗോത്രം വിട്ട് പോവുകയാണ്. പക്ഷെ അത്
ശബരിയുടെ ആ പ്രായത്തിലും അവർ മലകളിലൊക്കെ താമസിച്ചുകൊണ്ട് ശബരിക്ക് വളരെയേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പെട്ടെന്ന് ചാടി പോകാനും മരത്തിൻ്റെ വള്ളികളിൽ തൂങ്ങി ഓടാനും അങ്ങനെയുള്ള ഒരു കുറേ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കാട്ടിൽ ജീവിച്ചത് കൊണ്ട് തന്നെ ആ ഒരു കഴിവൊക്കെ ഉണ്ട്. അങ്ങനെ ശബരി ആ മരത്തിലും ഒക്കെ ചാടിയും തൂങ്ങിയും ഒക്കെ അങ്ങനെ ദൂരേക്ക് പോവുകയാണ്. അങ്ങനെ ശബരി അവസാനം എത്തിച്ചേരുന്നത് മാതംഗ മുനിയുടെ ആശ്രമത്തിലാണ്. അവിടെ ഒരു മരത്തിന് മുകളിൽ ഇരിക്കുകയാണ് ശബരി. അപ്പോൾ അവിടെ ഒരു ആശ്രമമായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന കുറേ സന്യാസിമാരും ശിഷ്യഗണങ്ങളും ഒക്കെ ഉണ്ട്. ആ ശിഷ്യഗണങ്ങളൊക്കെ വെളുപ്പിന് എഴുന്നേറ്റ് അവിടെയൊക്കെ ആശ്രമം വൃത്തിയാക്കുന്നു, തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നു. പശുക്കളൊക്കെയുണ്ട്, ആ പശുത്തൊഴുത്തൊക്കെ ക്ലീനാക്കിയിട്ട് അവർ അവിടെയൊക്കെ പാലൊക്കെ കറന്നു വെക്കുന്നു. അങ്ങനെ പിന്നീട് നാമജപങ്ങളാണ്. ശബരി ഈ വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. നാമജപങ്ങൾ, ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുന്നത് കേൾക്കുമ്പോൾ ശബരിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ താൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ വേദങ്ങളും നാമങ്ങളും ഭഗവാനിലേക്ക് എത്തണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം, പൂർവജന്മ ആ മുജ്ജന്മ ഓർമ്മകളൊക്കെ വീണ്ടും വരികയാണ് ശബരിക്ക്. അപ്പോൾ തനിക്കും വീണ്ടും ആ കഴിഞ്ഞ കാല ജന്മത്തിൽ നടക്കാതെ പോയ ആ ഒരു ആഗ്രഹം ഇപ്പോൾ സഫലമാകാൻ പോകുന്നു. അപ്പോൾ തനിക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയും. വേദങ്ങളും അറിവും ഭഗവാനെക്കുറിച്ചുള്ള അറിവും ആത്മീയ തത്വങ്ങളൊക്കെ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടാവുകയാണ് ശബരിക്ക്. പക്ഷേ ശബരി ഓർക്കുകയാണ്, പെട്ടെന്ന് താനൊരു താഴ്ന്ന ജാതിയിൽ ഒരു വേടൻ്റെ ഒരു താഴ്ന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു ആളാണ്, കറുത്തിരുണ്ട ഒരു രൂപം. അപ്പോൾ എന്നെ കണ്ടാൽ ചിലപ്പോൾ ഇവർ വലിയ ബ്രാഹ്മണരൊക്കെ ആണല്ലോ, ഈ മുനിമാർ തന്നെ ചിലപ്പോൾ ശിഷ്യയായിട്ടൊന്നും സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ അത് ആലോചിക്കുന്ന ശബരി എന്ത് ചെയ്യും? അപ്പോൾ വൃക്ഷത്തിൻ്റെ അവിടെ ഇരുന്ന് അപ്പോൾ ഇവരെയൊക്കെ സേവിക്കുക, ഈ വൃക്ഷത്തിൻ്റെ ഇരുന്നാണെങ്കിലും നാമജപങ്ങളും മറ്റു കാര്യങ്ങളും ഈ മുനിവര്യന്മാർ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വൃക്ഷത്തിലിരുന്നു കൊണ്ട് ഈ ശബരി കേൾക്കുന്നുണ്ട്. അപ്പോൾ ശബരി വിചാരിക്കും, ഇങ്ങനെ ഇരുന്ന് കേട്ടാലും മതി, എങ്കിലും ഇവരെ സേവിക്കണം എന്നുള്ള ആ ഒരു മനസ്സിലൊരു പ്രതിജ്ഞ എടുത്താണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസം മുതൽ ശബരി വെളുപ്പിനെ എല്ലാ ശിഷ്യഗണങ്ങളും മുനിശ്രേഷ്ഠന്മാരും ഒക്കെ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് അവരുടെ ആശ്രമ മുറ്റം മുഴുവനും അടിച്ചു തൂത്ത് വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ പശുവിൻ്റെ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്ത് പശുവിനെയൊക്കെ പാല് കറന്ന് കുടങ്ങളിലൊക്കെ നിറച്ച് വെക്കുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാ പണികളും എല്ലാം പൂജകൾക്ക് ചെയ്യാനുള്ള പുഷ്പങ്ങളും ഒക്കെ ശേഖരിച്ചൊക്കെ വെക്കുന്നു. അപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ശിഷ്യഗണങ്ങൾ നോക്കുമ്പോൾ ഒരു പണിയുമില്ല, മുറ്റമൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നു. അതുപോലെ തന്നെ തൊഴുത്തൊക്കെ നല്ല വൃത്തിയിൽ കിടക്കുന്നു, പാല് കറന്ന് വെച്ചിരിക്കുന്നു. അവർക്കും ഭയങ്കര അത്ഭുതമാകും, ഇത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഈ ശിഷ്യഗണങ്ങൾ സന്യാസി ശ്രേഷ്ഠനോട് മാതംഗമുനിയോട് എന്നിത് പറയുന്നു. മാതംഗമുനി അതൊക്കെ കേൾക്കുന്നുവെങ്കിലും മാതംഗമുനി ഓർക്കും, ഇത് ആരാണ് ഇങ്ങനെ വന്ന് ചെയ്യുന്നത്? പക്ഷേ ഒരു ദിവസം മാതംഗമുനി രാവിലെ ഇതിനേക്കാൾ എപ്പോഴും എഴുന്നേൽക്കുന്നതിനേക്കാൾ മുന്നേ എഴുന്നേറ്റ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് ഇതെല്ലാം ക്ലീനാക്കി കറക്റ്റ് ചെയ്ത് പോകുന്നത് മാതംഗമുനി കാണുകയാണ്. മാതംഗമുനി പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, ആരാണ് നീ എന്ന് ചോദിക്കും. അപ്പോൾ ശബരി തൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും മറ്റുള്ള കൂടെ ഈ മാതംഗമുനിയുടെ കൂടെയുള്ള സന്യാസി വര്യന്മാരും മുനിശ്രേഷ്ഠന്മാരും എല്ലാവരും വരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുകയാണ്. അപ്പോൾ അവർ പറയും, അയ്യോ, ഇവ കണ്ടാൽ തന്നെ എന്ത് തോന്നും? ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ ശിഷ്യയായി സ്വീകരിക്കാൻ കഴിയില്ല, ഈ വേദങ്ങളൊന്നും ഇവരെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയും. പക്ഷേ അപ്പോൾ ശബരിക്ക് ഭയങ്കര സങ്കടമാകും. പക്ഷേ മാതംഗമുനി അദ്ദേഹത്തിനറിയാം, ഭഗവാനിലേക്ക് എത്താൻ ഒരു ഭക്തി ഉണ്ടാകണമെങ്കിൽ അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ശബരിക്കുണ്ടായ ആ ഒരു ഭക്തി അത് ഭഗവാൻ കൊടുത്ത ഭക്തിയാണ്. അപ്പോൾ അതുകൊണ്ട്
ജാതിയും മതവും ഒന്നും ഒരു ഭക്തന് ഭഗവാനിലേക്ക് എത്താൻ ഒരു തടസ്സമേ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ മാതംഗമുനി ശബരിയെ ഒരു ശിഷ്യയായി സ്വീകരിക്കുകയാണ്. അങ്ങനെ ശബരിക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു, എല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ശബരി പിന്നീട് ആ ആശ്രമത്തിൽ തന്നെ അങ്ങനെ ജീവിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മാതംഗമുനിയുടെ കൂടെ അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരെയും എല്ലാ കർമ്മങ്ങളിലും സഹായിച്ചൊക്കെ അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ മാതംഗമുനിയുടെ ഒരു കാലചക്രം കഴിയാറായി. മാതംഗമുനിക്ക് മോക്ഷം നേടാനായിട്ട് സമയമായി. അപ്പോൾ മാതംഗമുനി ശബരിയെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്നെപ്പോലെ ഒരു ശിഷ്യയെ കിട്ടിയ ഞാൻ വളരെയേറെ ഭാഗ്യവാനാണ്. നിനക്ക് ഞാൻ ഒരു വരം തരാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിനക്ക് വരം വേണ്ടത് എന്ന് പറയും. അപ്പോൾ അങ്ങില്ലാതെ എനിക്ക് ഇവിടെ എന്ത് ജീവിതമാണ്, അങ്ങയുടെ ഒപ്പം എന്നെയും കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്ക് മാതംഗമുനി അത് സമ്മതിക്കുന്നില്ല. മാതംഗമുനി പറയുന്നു, അങ്ങനെയല്ല, നിനക്ക് അങ്ങനെ പോകേണ്ട സമയമായിട്ടില്ല, നിനക്ക് ഞാനൊരു വരം തരാം. ഭഗവാൻ നാരായണൻ ശ്രീരാമനായി അവതരിക്കും. അപ്പോൾ അദ്ദേഹം ഇവിടെ വരും. നിനക്ക് സാക്ഷാത്കാരം, നിനക്ക് നേരിട്ട് ഭഗവാനെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടാകും. അത്രയ്ക്ക് പുണ്യം ചെയ്ത നിനക്ക് ഭഗവാനെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടാകും. അപ്പോൾ അത്രയ്ക്ക് പുണ്യം ചെയ്ത ഒരു ആളാണ് നീ. അതുകൊണ്ട് ഭഗവാൻ വരും, അതുവരെ നീ കാത്തിരിക്കണം, ഭഗവാന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് മാതംഗമുനി പോവുകയാണ്. പിന്നീട് അവിടെ ഒരു കുടിലൊക്കെ കെട്ടി പിന്നീട് ഒറ്റയ്ക്ക് ശബരി അവിടെ താമസിക്കുകയാണ് ഒറ്റയ്ക്ക്. അങ്ങനെ എന്നും ഭഗവാൻ വരും തന്നെ കാണാൻ. തന്നോട് തൻ്റെ മുനി പറഞ്ഞതാണ്, മാതംഗമുനി പറഞ്ഞതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ശ്രീരാമസ്വാമി, നാരായണൻ്റെ രൂപം ശ്രീരാമസ്വാമി വരും, ഉറപ്പായിട്ടും എന്നെ കാണാൻ വരും. അപ്പോൾ ഇന്ന് വരും, നാളെ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ എന്നും രാവിലെ എഴുന്നേൽക്കും, എല്ലാ കർമ്മങ്ങളും ചെയ്തു എല്ലാ കർമ്മങ്ങളും പുള്ളിക്കാരിയുടെ പ്രാഥമികമായ എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം വീണ്ടും പോവുകയാണ്. ഇന്ന് വരും, ഭഗവാന് കൊടുക്കാനുള്ള മാല, പൂവൊക്കെ പറിച്ച് മാല കെട്ടിവെക്കും. അതുകൂടാതെ അവിടെയൊക്കെ നടന്ന് കാടുകളിലും അവിടെയൊക്കെ പോയി ഈ ഫലമൂലാദികളൊക്കെ ശേഖരിക്കും. പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ച് ഒരു കുട്ടയിലാക്കും. ഈ പഴങ്ങളൊക്കെ പറിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് പറിച്ച് ശബരി ഒന്ന് കടിച്ചു നോക്കും. കാരണം മധുരം ഉണ്ടോ എന്നറിയാൻ വേണ്ടി കടിച്ചു നോക്കും. കാരണം മധുരം ഉണ്ടെങ്കിലല്ലേ എൻ്റെ ഭഗവാന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മധുരമില്ലാത്തത് ഭഗവാന് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കടിച്ചു നോക്കിയിട്ടാണ് കുട്ടയിലേക്ക് നിറച്ചു വെക്കുന്നത്. അങ്ങനെ ദിവസവും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഉച്ചക്ക് വരും, വൈകുന്നേരം വരും. അപ്പോൾ ഓരോ സമയം വരും എന്നുള്ള ആ ഒരു രീതിയിൽ രാത്രി വരെ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കും. പിറ്റേ ദിവസവും അതുപോലെ തന്നെ രാവിലെ വരും, ഉച്ചക്ക് വരും. അങ്ങനെ ഇന്നും ഭഗവാനെ പ്രതീക്ഷിച്ച്, ശ്രീരാമസ്വാമിയെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ശബരിയുടെ പിന്നീട് അങ്ങോട്ടുള്ളത് മുഴുവൻ. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ നമ്മുടെ ഈ ശബരി ഈ ഭഗവാന് വേണ്ടി ഈ ഫലമൂലാദികളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയിട്ട് കാടുകളിലൊക്കെ പോയി ഈ പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ചു കൊണ്ട് വരുന്ന വഴിക്ക് അവിടെ അങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വരുന്ന ആ സമയത്ത് അവിടെ പമ്പാ സരോവറിലാണ് ഈ പഴങ്ങളൊക്കെ കഴുകുന്നതും മുഖമൊക്കെ കഴുകി ഇങ്ങനെ പോരുന്നത്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പമ്പാ സരോവറിൽ വന്ന് ശബരി ആ പഴങ്ങളും ഫലമൂലാദികളൊക്കെ കഴുകി കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് പമ്പാ സരോവറിൻ്റെ സൈഡിലൊക്കെ അരികിലായിട്ടൊക്കെ ഇരുന്ന കുറേ സന്യാസിമാർ തപസ് ചെയ്യുകയും സന്യാസിമാർ അവിടെ വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് പറയും, ഒരു സന്യാസി ശ്രേഷ്ഠൻ പറയും, നീ ആ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പറയും. കാരണം കാണുമ്പോൾ തന്നെ അറിയാം ശബരി ഒരു കറുത്തിട്ടൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പോൾ താഴ്ന്ന ഒരു ഗോത്രവർഗത്തിൽപ്പെട്ടതാണ്, താഴ്ന്നൊരു ജാതിയിൽപ്പെട്ടതാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം പറയുന്നു, ആ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പറയുന്നു. ശബരി അതൊന്നും കേട്ടതായി ഭാവിക്കുന്നില്ല. ശബരി അതിൽ പോയി ഇറങ്ങി കൈയും മുഖമൊക്കെ കഴുകി ഇങ്ങനെ പോരാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം ആ സന്യാസിശ്രേഷ്ഠൻ ഒരു കല്ലെടുത്ത് ശബരിയുടെ കാലിനിട്ട് എറി കൊടുക്കുകയാണ്. പെട്ടെന്ന് ശബരിയുടെ കാല് പൊട്ടി ചോര വരുന്നു. ആ ചോര ആ പമ്പാ സരോവറിലേക്ക് വീഴുകയാണ്.
പെട്ടെന്നാണ് ആ പമ്പാ സരോവറിൽ ആ ചോര പതിഞ്ഞ ആ കുറച്ചു ഭാഗം ചുമപ്പ് കളറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ശബരി അവിടുന്ന് പോവുകയാണ്. പെട്ടെന്ന് ശബരി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് എപ്പോഴും ആ ഒരു ഭാഗം ആ ഒരു പമ്പാ സരോവറിൻ്റെ ഒരു ഭാഗം മുഴുവനും ചുവപ്പ് കളറിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ആ ഒരു കാലത്ത് ത്രേതായുഗമായി ശ്രീരാമസ്വാമി ജനിച്ചു. 14 വർഷത്തെ വനവാസം. അപ്പോൾ സീതയും ലക്ഷ്മണനുമൊത്ത് വനവാസത്തിനായിട്ട് വരുന്നു. പഞ്ചവടിയിൽ വെച്ച് സീതയെ നഷ്ടപ്പെടുന്നു, രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ലക്ഷ്മണനും ശ്രീരാമസ്വാമിയും കൂടി സന്യാസി ഇവിടെ പമ്പാ സരോവറിൽ എത്തുകയാണ്. അവിടെ കുറേ സന്യാസിമാരുണ്ട്. അവരുടെ ഉപദേശങ്ങളും കൂടി കേട്ട് സീതയെ അന്വേഷിച്ചു പോവുകയാണ്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് തെളിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വരികയാണ് സന്യാസി ശ്രേഷ്ഠന്മാരുടെ അടുത്ത്. അവർ ശ്രീരാമസ്വാമിയെ കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ മനസ്സിലാകും ഭഗവാൻ ശ്രീനാരായണൻ ആണ് ഈ ശ്രീരാമസ്വാമി എന്ന് മനസ്സിലാകും. അപ്പോൾ അവർ ഭഗവാനെ വണങ്ങിയതിന് ശേഷം പറയും. അപ്പോഴാണ് ലക്ഷ്മണസ്വാമി കാണുന്നത് പമ്പാ സരോവറിൽ ഈ ഒരു ഭാഗം ചുവപ്പ് കളറിൽ കാണുന്നത്. അപ്പോൾ ലക്ഷ്മണസ്വാമി ചോദിക്കും, ഇതെന്താണ് അവിടെ അങ്ങനെ ചുവപ്പ് കളറിൽ ആ ഒരു ഭാഗം മാത്രം വരുന്നത് എന്ന് പറയും. അപ്പോൾ ആ സന്യാസി ശ്രേഷ്ഠൻ പറയും, അത് പണ്ട് ഒരു സന്യാസി ഇങ്ങനെ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ശ്രീരാമസ്വാമിക്ക് അറിയാം അത് ആരാണ് എന്ന്. ഭഗവാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ മനുഷ്യരൂപം കൊണ്ട് വന്നതാണ്. ഒരിക്കൽ പോലും ശ്രീരാമസ്വാമി ഒരിക്കൽ പോലും ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ശ്രീരാമസ്വാമി അംശാവതാരമാണ്. ശ്രീനാരായണൻ്റെ അംശാവതാരമാണ്. പൂർണ്ണാവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമിയാണ്. അംശാവതാരമായ ശ്രീരാമസ്വാമി ഒരിക്കലും താൻ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമസ്വാമി എങ്കിലും ശ്രീരാമസ്വാമിക്ക് മനസ്സിലാകും ഇത് തൻ്റെ ഭക്തയാണ് എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഒരു സന്യാസി പറയും, അങ്ങൊന്ന് ചെന്ന് ആ വെള്ളം കുറച്ച് കോരി കുടിച്ചു നോക്കൂ, ചിലപ്പോൾ ആ കളർ മാറുമായിരിക്കും എന്ന് പറയും. അപ്പോൾ ശ്രീരാമസ്വാമി ചെന്ന് ആ വെള്ളം എടുത്ത് കുറച്ച് കുടിച്ചു നോക്കും. പക്ഷെ എന്തെന്ന് വെച്ചാൽ ശ്രീരാമസ്വാമി കുടിച്ചിട്ടൊന്നും ആ കളറൊന്നും മാറിയില്ല. അപ്പോൾ ശ്രീരാമസ്വാമി പറയും, ഇത് മാറിയില്ല, ഈ കളറൊന്നും മാറിയില്ല, എനിക്ക് ഈ ശബരിയെ എനിക്കൊന്ന് കാണണമെന്ന് പറയും. എവിടെയാണ് അവർ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ശബരിയെ കാണാനായിട്ട് ശ്രീരാമസ്വാമി എത്തുന്നത്. അവിടെ ആ കുടിലിൻ്റെ അവിടെ ശബരി ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ശബരി എല്ലാ ദിവസവും ഫലമൂലാദികളൊക്കെ ശേഖരിച്ച് ഭഗവാൻ വരുമ്പോൾ കൊടുക്കാൻ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുറേ പ്രായമൊക്കെ ആയിപ്പോൾ ഭഗവാൻ വന്ന സമയത്ത് ഒരുപാട് പ്രായമായി, പടുവൃദ്ധയായിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് ഭഗവാൻ ഒരു 2 പേര് ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും കൂടി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും താൻ ഇത്രയും നാൾ കാത്തിരുന്ന ആളാണ് വരുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കാനൊന്നും മേലെ, വൃദ്ധയാണ്. എങ്കിലും തന്നെ കൊണ്ടാവുന്ന പോലെ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്ന് ഭഗവാനെ വണങ്ങുന്നു. ശ്രീരാമ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് സന്തോഷമാണ്, കണ്ണുനീരൊഴുകുകയാണ്. ശബരിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ്. രാമ രാമ രാമ, ആ നാമം മാത്രമേ ഉള്ളൂ. അത്രയേറെ കാത്തിരുന്നതാണ്. എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാമനെ നോക്കി. രാമ രാമ എന്നങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടി വരുന്നു, വിളിച്ച് 2 പേരെയും അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുട്ടീനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുന്നു, എല്ലാം കൊടുക്കുന്നു. എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്തൊരവസ്ഥയിലായി പോവുകയാണ് ശബരി. പെട്ടെന്ന് തന്നെ പഴമൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ്. എല്ലാ ദിവസവും പഴമൊക്കെ പറിച്ചു വെക്കുമല്ലോ. അപ്പം അത് ശ്രീരാമസ്വാമിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. വരുമ്പോൾ തന്നെ സ്വാമിക്ക് ഇത് പഴം എടുത്ത് കൊടുക്കുകയാണ്. പഴം എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പഴം അങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ശ്രീരാമൻ മേടിക്കുന്നു. അപ്പോഴത്തേക്ക് ലക്ഷ്മണൻ പറയും,
അത് ജ്യേഷ്ഠ അത് ആ പഴം എന്തോ കടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അത് കടിച്ച പഴമാണ്, അത് എടുക്കണ്ട എന്ന് പറയും. അപ്പോൾ ശബരി പറയാം, അയ്യോ അത് ഒന്നും കഴിച്ചതല്ല, ഞാൻ ഭഗവാന് തരാൻ വേണ്ടി മധുരം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി ഞാൻ കടിച്ചതാണ്, അല്ലാതെ വേറൊന്നും കഴിച്ചതല്ല. ഞാൻ കടിച്ചു നോക്കി, നല്ല മധുരമുണ്ട്, കഴിച്ചോ നല്ല മധുരമുള്ളതാണ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നിഷ്കളങ്കമായൊരു മനസ്സായിരുന്നു ശബരിയുടെ. താൻ കടിച്ചതാണ് ഭഗവാന് കൊടുത്തത്. ഭഗവാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത്രയും സ്നേഹത്തോടെ നിഷ്കളങ്കമായൊരു ഭക്തിയോടുകൂടി കൊടുക്കുകയാണ് ശബരി ആ പഴം. അത് വേണ്ടെന്ന് വെക്കാൻ ഭഗവാന് കഴിയില്ല. ഭഗവാൻ അത് മേടിച്ച് കഴിക്കുകയാണ്. എത്രയോ സന്തോഷത്തോടെ ശബരി അത് കൊടുത്തു, അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഭഗവാൻ അത് കഴിക്കുന്നത്. ഭക്തരായവർ എന്ത് കൊടുത്താലും അതെന്ത് ആണെന്ന് നോക്കാതെ ഭക്തിയോടെയും സ്നേഹത്തോടെയുമാണ് നമ്മളത് കൊടുക്കണമെങ്കിൽ അത്രയും സ്നേഹത്തോടു കൂടി തന്നെ ഭഗവാൻ അത് മേടിച്ച് കഴിക്കും. അങ്ങനെ ശ്രീരാമസ്വാമി ആ ഫലങ്ങളൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം ശബരിയോട് പറയുകയാണ്, ഇങ്ങനെ പമ്പാ സരോവറിൽ പോകണം, ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. അവിടെ പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ ശബരിയുടെ കാൽപാദം പതിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആ കളറൊക്കെ, ആ ചുവപ്പ് കളറൊക്കെ പോകുന്നു. അത്രയ്ക്ക് ഭക്തിയായിരുന്നു. അങ്ങനെ ശബരിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, സീതയെ നഷ്ടപ്പെട്ട കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ശബരിയാണ് ശ്രീരാമസ്വാമിയുടെ നമ്മുടെ രാമായണത്തിൽ തന്നെ ഭഗവാന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയെ കാണുന്നതാണ്. ഈ ഹനുമാൻ സ്വാമിയെ കാണാനായിട്ട് ഒരു അറിവ് കൊടുക്കുന്നത് ശബരിയാണ് പറയുന്നത്. ഈ പമ്പാ സരോവറിൻ്റെ അപ്പുറത്ത് കിഷ്കിന്ധയാണ്. കിഷ്കിന്ധയിലെ സുഗ്രീവൻ ഉറപ്പായും അങ്ങയെ സഹായിക്കും. ഹനുമാൻ സ്വാമിയും ഈ പമ്പാ സരോവറിലാണ് ഹനുമാൻ സ്വാമിയും സുഗ്രീവനും ഒക്കെ സ്നാനം ചെയ്യാൻ വരുന്നത്. ഈ ഫലമൂലാദികളൊക്കെ കഴുകാനായിട്ട് ശബരി ഇടയ്ക്ക് വരുന്ന സമയത്ത് ഇവരെയൊക്കെ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശബരി ഈ ശ്രീരാമസ്വാമിയോട് പറയുന്നത്, കിഷ്കിന്ധയിൽ ചെല്ലു, സുഗ്രീവൻ ഉറപ്പായും അങ്ങയെ സഹായിക്കും, സീതാദേവിയെ കാണാൻ ഉറപ്പായും അങ്ങേക്ക് കഴിയും എന്ന് അവിടെ വെച്ച് ശബരി പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ ശബരി പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് കിഷ്കിന്ധയിൽ ചെല്ലുന്നതും ഹനുമാൻ സ്വാമിയെ കാണുന്നതും ഒക്കെ. ഹനുമാൻ സ്വാമിയാണ് പിന്നീട് സീതാ അന്വേഷണത്തിന് വേണ്ടി ഭഗവാനെ ശ്രീരാമസ്വാമിയെ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഒരു ഭാഗമായി തീരാൻ കൂടി ശബരിക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഒരു ഭക്തയായി കഴിഞ്ഞ ശബരിയുടെ ഒരു കഥയാണ്. അങ്ങനെ ശബരി അന്ന് മുതൽ ഇന്നും നമ്മളത് ശബരിയെ ഓർക്കണം. ഭഗവാന്റെ ഒരു ഭക്ത ഇത്രയും വർഷങ്ങൾ. അപ്പോൾ ഏത് ഗോത്രത്തിലോ ഏത് താഴ്ന്ന വർഗത്തിലോ ഏത് ഉയർന്ന ജാതിയിലോ അതൊന്നും ഒരു കാര്യമല്ല. ഭക്തിയിലെത്താനായിട്ട് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മുടെ മനസ്സിൽ ഭഗവാനോടൊരു സ്നേഹം തോന്നിയാൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ സ്നേഹത്തോടുകൂടി വിളിച്ചാൽ പിന്നീട് നമ്മൾ മറന്നുപോയാലും ഭഗവാൻ നമ്മളെ മറക്കില്ല. ഇടയ്ക്ക് ചില മായകളൊക്കെ തന്നെങ്കിലും ഭഗവാൻ നമ്മളെ അത് ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ രാമായണ മാസത്തിലെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവരും രാമായണമൊക്കെ വായിക്കാൻ കഴിയുന്നത് പോലെയൊക്കെ വായിക്കുക. രാമായണ മാസത്തിൽ വായിച്ചു തുടങ്ങാത്തവർ ആദ്യമായൊക്കെ ഒന്ന് വായിച്ച് തുടങ്ങുക. രാമായണ മാസം തീരുമ്പോൾ തന്നെ രാമായണം തീർക്കണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും രാമായണം വായിക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ ഓർക്കാം. രാമായണ മാസത്തിൽ രാമായണവും ശ്രീരാമസ്വാമിയുമായിട്ടുള്ള എല്ലാ കഥകൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മാനസികമായും ഭഗവാനിലേക്ക് എത്താനും ഒക്കെ ഒരു കാരണമാകും. എല്ലാവർക്കും ഭഗവാന്റെയും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.